ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ് നൈറ്റ് സിനി സ്റ്റോറീസ്. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് 1995 റിലീസായ ടാർസൻ എന്ന മൂവിയാണ്. ഈ മൂവിയിൽ വേറെ സീനുകൾ വളരെ കൂടുതലുള്ളതിനാൽ എല്ലാവരും ഹെഡ്സെറ്റ് വെച്ച് മാത്രം കേൾക്കുക. മാത്രമല്ല, പ്രായപൂർത്തിയായവർ മാത്രം കേൾക്കുക. ഇനി നമുക്ക് മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിനും കുറച്ച് ആളുകളും ചേർന്ന് കാട്ടിനുള്ളിലേക്ക് പോകുന്നു. അവൾ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ട് ഒരു മാസം മുൻപ് ഈ കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. 25 വർഷം മുൻപ് ഒരു ആൺകുട്ടിയെ ഇവിടെ കാണാതായിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടുപിടിച്ചു കൊടുക്കുവാൻ ആ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് പ്രകാരം അവരുടെ ഫാമിലി ഫ്രണ്ടായ അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് പോയത്. അവനെ ഒരു മാസമായിട്ടും കാണാത്തതിനെ തുടർന്ന് അവനെ അന്വേഷിച്ചാണ് അവളും സംഘവും അങ്ങോട്ട് പോകുന്നത്. അവരിങ്ങനെ നടന്നു വരുമ്പോൾ ആ കാടിന്റെ ഭംഗി കാണിക്കുന്നു. അവിടെയുള്ള കിളികളും കുരങ്ങുകൾ എന്നിവയെല്ലാം കാണിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഹീറോയിൻ കാട്ടിനുള്ളിലെ ടെന്റിനടുത്തെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡയാന അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഡയാന ആരാണെന്ന് വെച്ചാൽ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ അസിസ്റ്റന്റ്. അപ്പോൾ ബോയ് ഫ്രണ്ടും അങ്ങോട്ട് വരുന്നു. ഹായ് ജാൻ, എന്നെ കാണാതെ നീ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നുവോ? അതെ, നിന്നെ കാണാതെ എങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും നടന്നു പോകുന്നു. അതിനുശേഷം ആ ടീമിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. പിന്നീട് അന്ന് രാത്രിയാകുന്നു. എല്ലാവരും ക്യാമ്പ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ പാട്ട് പാടുന്നു. അപ്പോൾ ഹീറോയിൻ എല്ലാവരെയും എൻജോയ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഇവർ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നു. ഉടനെ എല്ലാവരും മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ഹെൽപ്പിനുണ്ടായിരുന്ന ആൾ പറയുന്നു, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാടായതുകൊണ്ട് കുറച്ച് മോശം ഏരിയയാണ്. ഏതെങ്കിലും കാട്ടുമൃഗങ്ങളായിരിക്കും, പേടിക്കുകയൊന്നും വേണ്ട. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാകുന്നു. എല്ലാവരും ഓരോ ടീമായി പോയിക്കൊണ്ടിരുന്നു. മാഗി എന്ന ഒരു ലേഡി ടീമായി പോകുന്നു. അപ്പോൾ ഹീറോയിൻ എല്ലാവരെയും നോക്കുന്നു. എല്ലാവരും പ്രത്യേക ടീമായിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, തനിച്ചു പോയാലല്ലേ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കുക. എന്നിട്ട് അസിസ്റ്റന്റിനോട് പറയുന്നു, ജെയിനിനെ നന്നായി നോക്കണം, ഞാൻ തിരികെ വന്നു സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഡയാന പറയുന്നു, സാർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അതിന് ഹീറോയിൻ ചിരിക്കുന്നു. പിന്നീട് ഡയാന പറയുന്നു, ശരി ജെയിൻ, നീ ടെന്റിൽ തന്നെ ഇരിക്കണം, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. ഞാനും ഇവനും കൂടി കാട്ടിൽ പോയി അന്വേഷിച്ചു വരാം. നീ ഇവിടെ നിന്ന് ഒരിടത്തിലേക്കും പോകരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പറെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. അവർ അവിടെ നിന്നും പോയതിനു ശേഷം ഹീറോയിൻ അവിടെ ഇരിക്കാതെ ഈ ഭാഗത്തെല്ലാം എന്താണ് ഉള്ളത് ഒന്ന് ചുറ്റി നോക്കാം എന്ന് കരുതി ആ ഭാഗത്തേക്ക് പോകുന്നു. അതിനുശേഷം അടുത്ത സീനിൽ കാട്ടിനുള്ളിലേക്ക് പോയില്ലേ ഡയാന. അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഹെൽപ്പറില്ലേ അയാളുടെ കൂടെ ഭയങ്കരമായി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സീനുകളെല്ലാം വളരെ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് മുതിർന്നവർ മാത്രം കാണണം എന്ന് പറയുന്നത്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നടന്നു പോകുമ്പോൾ കാലിൽ ഒരു കയർ കുരുങ്ങി അവൾ താഴെ വീഴുന്നു. താഴെ വീഴുമ്പോൾ അവളുടെ തല ഒരു കല്ലിൽ തട്ടി അവളുടെ ബോധം പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആരാണെന്ന് വെച്ചാൽ ടാർസൺ എന്ന് വിളിക്കുന്ന ആൾ. അവനൊരു കാട്ടുവാസിയാണ്. അവന്റെ കെണിയിൽ കഴിക്കുവാനുള്ള ഏതോ മൃഗം കുടുങ്ങി എന്ന് കരുതി അവൻ ദൂരെ നിന്ന് ഓടി വരുന്നു. അവൻ വന്നു നോക്കുമ്പോൾ ഹീറോയിൻ താഴെ വീണ് കിടക്കുന്നു. ആരാണിത്, വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ എന്ന് കരുതി അവൻ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. ആക്ച്വലി അവൻ ഇതിനു മുൻപ് ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവളുടെ ശരീരം വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി അവളുടെ ശരീരഭാഗങ്ങൾ മണപ്പിച്ചും നക്കിയും പരിശോധിക്കുന്നു. ശരിക്കും ഹീറോയെ കണ്ടാൽ ഒരു കാട്ടുവാസിയെ പോലെ തന്നെ തോന്നിക്കും. അതിനുശേഷം അവളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവളെ കിടത്തിയിട്ട് അവളുടെ ഫുൾ ഡ്രസ്സും ഊരി മാറ്റുന്നു. ഡ്രസ്സ് മാറ്റിയതിനു ശേഷം അവളുടെ ബോഡി ഷേപ്പും അവന്റെ ബോഡി ഷേപ്പും നോക്കിക്കൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ കണ്ണു തുറക്കുന്നു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റിട്ട് പേടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റുന്നു. എന്നാൽ അവന്റെ പെരുമാറ്റ രീതികളൊക്കെ കണ്ട് അവൻ കാട്ടുവാസിയാണെന്ന് മനസ്സിലാക്കി അവൾ കാമായി പെരുമാറുന്നു. എന്നിട്ട് അവൾ അവന് മനസ്സിലാക്കി കൊടുക്കുന്നു, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ സ്ത്രീ, അതുകൊണ്ട് എനിക്കിതുണ്ട്, എന്നാൽ നീ പുരുഷൻ, അതുകൊണ്ട് നിനക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ താഴെ ഭാഗം ഹൈ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ആ സീൻ കട്ട് ചെയ്ത് ഡയാനയെ കാണിക്കുന്നു. ഡയാനയും ആ ഹെൽപ്പറും പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നു. അവിടെ വന്നു നോക്കുമ്പോൾ ജെയിനിനെ കാണുന്നില്ല. ജെയിൻ എന്ന് വിളിച്ച് അവർ അവിടെയെല്ലാം അന്വേഷിച്ചു നടക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹീറോയിൻ അവന് ഒന്നൊന്നായി എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഹ്യൂമൻ ബോഡി ഇങ്ങനെ ഉണ്ടാകും, ഇതാണ് ഫംഗ്ഷൻ, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ സംസാരിക്കുന്നില്ല. കുരങ്ങ് എന്തെല്ലാം ആക്ഷൻ കാണിക്കുമോ അതുപോലെ ആക്ഷൻ കാണിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർക്കും കെമിസ്ട്രി വർക്കാകുന്നു. അതിനുശേഷം എന്താ അവൾ തന്നെ അവന് ബോഡി ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവൾ തന്നെ അവന് പരിപാടി ചെയ്തു കൊടുക്കുന്നു. ആക്ച്വലി ഇതിലെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ
ഇതിലെ ഹീറോയും ഹീറോയിനും ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. ശരിക്കും ഈ സീനെല്ലാം വേറെ ലെവലിൽ ഓപ്പൺ ആയി ചെയ്യുന്നു. അങ്ങനെ ആ സീൻ കട്ടായി അടുത്ത സീനിൽ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടില്ലേ, അവൻ ഈവനിങ്ങിൽ വരുന്നു. അവൻ വന്നു ഡയാനയോട് ചോദിക്കുന്നു, ഡയാന, ജെയിൻ എവിടെയാണ്? അപ്പോൾ ഡയാന പറയുന്നു, ജെയിനെ കാണുന്നില്ല എന്ന്. അപ്പോൾ അവൻ വളരെ ടെൻഷനായി എങ്ങനെയെങ്കിലും അന്വേഷിച്ചു കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവൻ ഒരു ഭാഗത്തേക്ക് പോകുന്നു. മറ്റുള്ളവർ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ആ സീൻ നടക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും കാട്ടുവാസികളുടെ ഡ്രസ് എല്ലാം ഇട്ട് കാട്ടുവാസികൾ എങ്ങനെ കഴിയുമോ അതുപോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴങ്ങളെല്ലാം കഴിക്കുന്നു, കുരങ്ങുകളുമായി കളിക്കുന്നു, പിന്നെ മരത്തിൽ കയറി കളിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈ ഭാഗത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോയിനെ അവർ നിർത്താതെ അന്വേഷിക്കുകയാണ്. എല്ലായിടത്തും അന്വേഷിക്കുന്നു, എന്നാൽ ഒരിടത്തുമില്ല. അങ്ങനെ ഈ സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും ഒരു ബീച്ചിൽ കൂടി ഓടി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് അവരുടെ മൈൻഡ് ചേഞ്ചായി പരിപാടി ചെയ്യുവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ഹീറോയ്ക്ക് പൂ കൊണ്ടുവന്ന് അവനോട് റൊമാൻറ്റിക്കായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവനും അവളോട് കളിച്ചു കൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നത് നിർത്തിയിട്ട് ആംഗ്യ ഭാഷയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അറിയില്ലേ, രണ്ടുപേരും വീണ്ടും പരിപാടി ചെയ്യാൻ തുടങ്ങുന്നു. ഇതിലെ ഓരോ പരിപാടിയും 10 മുതൽ 15 മിനിറ്റ് വരെ ഉണ്ട്. പരിപാടി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു. എന്താണ് സൗണ്ട് എന്നറിയുവാൻ ഓടിപ്പോയി നോക്കുമ്പോൾ നിറയെ ഒട്ടക പക്ഷികളെ കാണുന്നു. അത് കണ്ടതും ഏയ് എന്ന് പറഞ്ഞ് ഹീറോയിനും അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന് മരം എങ്ങനെ കയറുന്നത് എന്ന് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഹീറോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4-5 കാട്ടുവാസികൾ ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ചുകൊണ്ടുപോയി അവിടെ കെട്ടിയിടുന്നു. കെട്ടിയിട്ടതിനു ശേഷം എന്തോ ആചാരങ്ങൾ ചെയ്യുന്നത് പോലെ അവളെ ചുറ്റി ഡാൻസ് ചെയ്യുവാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ജെയിൻ എങ്ങോട്ടാണ് പോയത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഈ കാട്ടുവാസികളുടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് കണ്ടുപിടിച്ച് കുറച്ചു നേരങ്ങൾക്കുള്ളിൽ ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ അവൻ അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഒരു കാട്ടുവാസി വൃതൻ അവരെ കാണുന്നു. അതോടെ അവർ മൊത്തം അവരെ പിന്തുടരുന്നു. അപ്പോൾ അവർ അയ്യോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി ഒരു മരത്തിനു പിന്നിൽ ഒളിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഹീറോ വളരെ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ അവിടെ ഇവിടെയെല്ലാം തൊട്ട് അവന്റെ മൈൻഡ് ചേഞ്ച് ആക്കുന്നു. അതിനുശേഷം ആ മരത്തിന് പിന്നിൽ വെച്ച് രണ്ടുപേരും ഭയങ്കരമായി പരിപാടി ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം ആ കാട്ടുവാസികൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് തിരികെ വരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അവിടെ ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിനുള്ളിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ആ ലെറ്റർ നമ്മുടെ ഹീറോയിൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ വന്നു അത് മേടിക്കുന്നു. അപ്പോഴാണ് ഹീറോയിനും മനസ്സിലാകുന്നത് തങ്ങൾ അന്വേഷിച്ചു വന്ന ആ ചെറിയ കുട്ടി ഇവനാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇവനെയാണ് കാണാതെ പോയത്. അതിനുശേഷം ഹീറോയ്ക്ക് ഒരു കണ്ണാടി കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ നോക്കൂ, ഇതാണ് നിന്റെ ഫേസ് എന്ന് പറഞ്ഞ് ഫേസ് കാണിക്കുന്നു. അത് കണ്ടതും ഹീറോ അതിലേക്ക് നോക്കി ഓ ഓ എന്ന് കാട്ടുവാസികൾ ഒച്ചയിടുന്നത് പോലെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നു, നമ്മൾ നാളെ നാട്ടിലേക്ക് പോകുന്നു. ഇന്നത്തോടുകൂടി ഈ കാട് വിട്ട് നിന്റെ അച്ഛനെയും അമ്മയെയും കാണുവാൻ പോകുന്നു. നിന്നെ കാണുവാൻ അവർ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ആ സീൻ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയിനും കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ വെറുതെ കിടക്കുകയായിരുന്ന ഹീറോയെ വെറുതെ കിടക്കുവാൻ സമ്മതിക്കാതെ തടവി അവനെ മാറ്റി പരിപാടി ചെയ്യുവാൻ തുടങ്ങുന്നു. അവൻ വെറുതെ ഇരുന്നാലും അവൾ അവനെ വെറുതെ വിടുവാൻ സമ്മതിക്കാത്തതുപോലെ തോന്നും. അവർ തമ്മിൽ കണ്ടതിന് ശേഷം ഏകദേശം ഒരു 4-5 പ്രാവശ്യം വേറെ ലെവൽ പരിപാടി ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഹീറോയ്ക്ക് താടിയെല്ലാം ഷേവ് ചെയ്തു കൊടുക്കുന്നു. അതുമാത്രമല്ലാതെ നല്ല വൃത്തിയിൽ വേഷം ധരിപ്പിച്ച് ഒരു ചെറിയ വള്ളത്തിൽ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഹീറോയിൻ പറഞ്ഞതുപോലെ ഒരു വില്ലേജിലേക്ക് അവനെ കൊണ്ടുവരുന്നു. അതിനുശേഷം ആ സീൻ കട്ടാക്കി നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടില്ലേ അവനെ കാണിക്കുന്നു. അവൻ ഏതോ ഡയറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ആരാണെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവന്റെ അസിസ്റ്റന്റുമാരിൽ ഒരുവളായ മാഗി ആയിരുന്നു അത്. ഇവന് 2 അസിസ്റ്റന്റുമാർ ഉണ്ട്, ഒന്ന് ഡയാന, ഒന്ന് മാഗി. അവൾ വന്നതും മാഗി നീ എന്തിനാണ് വന്നത് എന്ന് അവൻ ചോദിക്കുന്നു. മൈക്ക്, നിനക്കറിയില്ലേ എത്ര നാളായി നമ്മൾ ചെയ്തിട്ട്? നിന്റെ ലവർ ഇവിടെയില്ല, വരൂ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാ വസ്ത്രങ്ങളും ഊരി കളഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായി പരിപാടി ചെയ്യുന്നു. ഇത് കാണുമ്പോൾ
എടാ നീയും ഇങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നും. അതിനുശേഷം രണ്ടുപേരും പരിപാടി ചെയ്ത് തീർക്കുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. നമ്മൾ അന്വേഷിച്ചു വന്നത് ഇവനെയാണ് എന്ന് പറയുമ്പോൾ ഡയാനയും ഡയാനയുടെ സിസ്റ്ററും അവനൊരു പ്രത്യേക രീതിയിൽ നോക്കുന്നു. അതിനുശേഷം ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവന് കൈ കൊടുക്കുന്നു. എന്നാൽ അവന് അതൊന്നും അറിയാതെ അങ്ങനെ തന്നെ നോക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ഹീറോ ഒരു പ്രത്യേക തരത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. ഹീറോയിൻ അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരോടും താങ്ക്സ് പറയുന്നു. താങ്ക്സ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇവനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇവന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് എത്തിക്കുന്നത് വരെയും 3 ദിവസം അവൻ ഇവിടെയാണ് നിൽക്കുക എന്ന് അവൾ പറയുന്നു. അതിനുശേഷം ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് പറയുന്നു, സർ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞുകൊള്ളൂ, എല്ലാം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ഹീറോയ്ക്ക് അവനെ താമസിക്കുന്നതിനുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡയാനയും ഡയാനയുടെ സിസ്റ്ററും പറയുന്നു, ഇതെല്ലാം കാണുമ്പോൾ കുറച്ച് ഓവറാകുന്നു. നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു, ഇവൾക്ക് മാത്രം എങ്ങനെ കിട്ടി? എന്നാൽ അവനെ കാണുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് അവന്റെ ബോഡിയെ പറ്റി പറയുന്നു. അതിനുശേഷം ഹീറോയ്ക്ക് റൂം കാണിച്ചതിനു ശേഷം അവിടെ സെർവന്റ് ഉണ്ടായിരുന്നു. ആ സെർവന്റിനോട് സാറിന് എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. ശരി, നീ ഇപ്പോൾ ഒരു ജ്യൂസ് കൊണ്ടുവരൂ എന്ന് ഹീറോയിൻ പറയുന്നു. അവൾ പോയതിനു ശേഷം ഹീറോയിനെ റൊമാൻസ് ചെയ്യുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഇത് കാടല്ല, സിറ്റിയാണ്. തോന്നുമ്പോൾ ചെയ്യുവാൻ സാധിക്കില്ല. അതിനെല്ലാം ഒരു ടൈം ഉണ്ട്. അതുമാത്രമല്ല, ഫസ്റ്റ് എനിക്ക് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിക്കണം. അങ്ങനെ ഹീറോയിൻ പറയുന്നു, ട്രാവൽ ചെയ്തു വന്ന് വളരെ ടയേർഡ് ആയിരിക്കും നീ. ഇവിടെ റെസ്റ്റ് എടുക്കൂ, ഞാൻ എന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയ്ക്ക് എന്തോ പോലെയാകുന്നു. എന്താണ്, ഭയങ്കരമായി പരിപാടി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അവൾ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് വിചാരിച്ച് എല്ലായിടത്തും വിളിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കയർ ഞാന്നു കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അവന് കാട്ടിൽ വള്ളികൾ ചുറ്റിക്കറങ്ങുമല്ലോ, അതിന്റെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് അതിൽ പിടിച്ചു വലിക്കുന്നു. ശരിക്കും അതിൽ പിടിച്ചു വലിച്ചാൽ ആ സെർവന്റ് വന്ന് അവന് ആവശ്യമുള്ള ഹെൽപ്പ് നൽകും. അപ്പോൾ അങ്ങനെ വലിച്ചതുകൊണ്ട് ആ സെർവന്റ് അങ്ങോട്ട് വരുന്നു. അങ്ങനെ ആ സീൻ കട്ടായിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ പുറത്തേക്ക് വന്നതും നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ അവിടെ ഉണ്ടായിരുന്നു. അവളോട് റൊമാൻസ് ചെയ്യുവാൻ തുടങ്ങുന്നു. എന്നാൽ അതിനവൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യടാ, എന്റെ മൈൻഡ് ശരിയല്ല എന്ന് പറയുന്നു. അതിനവൻ ശരി ഡാർലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം റൂമിൽ കാണിക്കുന്നു. റൂമിൽ നമ്മുടെ ഹീറോ ആ സെർവന്റുമായി പരിപാടി ചെയ്യുന്നു. ആ സെർവന്റ് വളരെയധികം കമ്പനി കൊടുക്കുന്നു. ആ സെർവന്റ് ആരാണെന്ന് വെച്ചാൽ ഡയാനയുടെ കൂടി പരിപാടി ചെയ്തില്ലേ, ഒരു ഹെൽപ്പർ, അയാളുടെ വൈഫാണ്. അതിനുശേഷം ഹീറോ നല്ല സ്റ്റൈലായി ഡ്രസ് ചെയ്ത് നൈറ്റ് ഡിന്നറിന് വരുന്നു. അവൻ വന്നതും ഹീറോയിൻ അവനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം ടേബിളിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയതും വളരെ ആക്രാന്തത്തോടെ കഴിക്കുവാൻ തുടങ്ങുന്നു. അതിനുശേഷം അവൻ നോക്കുമ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്തോ പോലെ തോന്നുന്നു. അതിനുശേഷം അവൻ ഹീറോയിനെ നോക്കുന്നു. അപ്പോൾ ഹീറോയിൻ കണ്ണുകൊണ്ട് പതുക്കെ ഭക്ഷണം കഴിക്കുവാൻ കാണിക്കുന്നു. പിന്നീട് ആ സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ശ്രദ്ധിക്കുന്നു. അവൻ അത് കണ്ടതും ആകെ ഡള്ളാകുന്നു. പിന്നീട് അവൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും എല്ലാവരും മൗനമാകുന്നു. ഹീറോ എല്ലാവരെയും ചുറ്റി നോക്കിയിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് അവൻ ഭക്ഷണം അവിടെ വെച്ച് എഴുന്നേറ്റ് അവന്റെ റൂമിലേക്ക് പോകുന്നു. ഇതെല്ലാം ഹീറോയിൻ നോക്കുന്നു. എന്നാൽ അവൾക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം ഹീറോയുടെ റൂം കാണിക്കുന്നു. അവൻ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. ആരാണെന്ന് ഡോർ തുറന്നു നോക്കുമ്പോൾ ഡയാനയും അവളുടെ സിസ്റ്ററും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവനെ നോക്കി വശ്യതയോടെ ചിരിക്കുന്നു. അപ്പോൾ ഡയാന പറയുന്നു, ഹായ്, ഞാൻ ഡയാന, ഇത് എന്റെ സിസ്റ്റർ, നമുക്ക് 3 പേർക്കും സംസാരിച്ചു കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ബെഡിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അവൻ ഡോർ അടച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നു. അവർ രണ്ടുപേരും പരിപാടി ചെയ്യുന്നതിന് തയ്യാറായാണ് ഇരിക്കുന്നത് പോലെ തോന്നുന്നു. അതിനുശേഷം സീൻ കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ വളരെ വിഷമത്തോടെ ഡള്ളായിരിക്കുന്നു. അവൾക്ക് ഇപ്പോഴും ഹീറോയുടെ ചിന്തയാണുള്ളത്. ശരി, അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവന്റെ റൂമിലേക്ക് വരുന്നു. റൂമിൽ വന്ന് നോക്കുമ്പോൾ ഡയാനയുടെ സിസ്റ്ററും ഹീറോയുമായി ഭയങ്കരമായി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീറോയിൻ ജനലിലൂടെ നോക്കി കാണുന്നു. അതിനവൾ വേറെ റിയാക്ട് ചെയ്യുന്നില്ല. ശരി, അവൻ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ പുറത്ത് ഹീറോയിനും ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നു. അതുമാത്രമല്ലാതെ അവർ കെട്ടിപ്പിടിക്കുക കൂടി ചെയ്യുന്നു. ഇത് കണ്ടതും അവന് വളരെ വിഷമമാകുന്നു. അവൻ നോക്കുന്നത് ഹീറോയിനും അറിയാം. എന്നാലും അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പരിപാടി കാണിക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ ആ സെർവന്റും അവളുടെ ഹസ്ബൻഡും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന
പരിപാടി. അവളുടെ ഹസ്ബൻഡ് ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു ഹെൽപ്പർ, അയാളാണ്. അവർ രണ്ടുപേരും ഭയങ്കരമായി പരിപാടി ചെയ്യുന്നു. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹീറോയെ കാണിക്കുന്നു. അവൻ വളരെ ഡള്ളായി ഒരു ഭാഗത്ത് ഒരുങ്ങി നിൽക്കുന്നു. അവൻ അങ്ങനെ നിൽക്കുമ്പോൾ ആ മാഗി ഉണ്ടല്ലോ, അവൾ അവനെ കാണുവാൻ വരുന്നു. അവന്റെ അടുത്ത് വന്ന് അവൾ ചോദിക്കുന്നു, ഹായ് ജോൺ, എങ്ങനെയിരിക്കുന്നു? അതിനവൻ വിഷമത്തോടെ അവളെ നോക്കുന്നു. അപ്പോൾ അവൾ, എന്താണ് ജോൺ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാൻ പാടില്ല, നീ ഹാപ്പി ആയിരിക്കണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് അവളുടെ ആ സ്ഥലത്ത് വെക്കുന്നു. അതിനുശേഷം അവൻ കുറച്ചു നേരം നോക്കുന്നു. അവൻ നോക്കും തോറും അവൾ അവളുടെ ഡ്രസ്സ് ഊരിക്കളയുന്നു. അതിനുശേഷം അവന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. രണ്ടുപേരും അവിടെ വെച്ച് തന്നെ പരിപാടി ചെയ്യുവാൻ തുടങ്ങുന്നു. ഇവർ രണ്ടുപേരും പരിപാടി ചെയ്യുന്നതും ഹീറോയിൻ ദൂരെ നിന്ന് നോക്കുന്നു. എന്നാൽ ഇപ്പോൾ ഹീറോയിന് വളരെയധികം ദേഷ്യം വരുന്നു. ഞാൻ ഒരുത്തി ഇവിടെയുള്ളപ്പോൾ എന്റെ കൂടെ ചെയ്യാതെ ഇവരെ കൂടെ എല്ലാം ചെയ്യുന്നുവല്ലോ എന്ന് ആ നോട്ടത്തിൽ മനസ്സിലാക്കും. എന്നാൽ ഇതിലെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോയിനും റിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ശരിക്കും ഈ സീൻ ഹസ്ബൻഡ് അഭിനയിക്കുമ്പോൾ അവൾ എങ്ങനെയാണ് നോക്കി നിന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ടാണ് അവൻ ചെയ്യുന്നത്. ഈ പരിപാടിയെല്ലാം വളരെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. പിന്നീട് പരിപാടി ചെയ്തു തീർന്നതിന് ശേഷം അവൻ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നതും ഹീറോയിൻ അവനോട് പറയുന്നു, നീ ചെയ്യുന്നത് ശരിയാണോ? നീ എന്താണ് എല്ലാവരുടെയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനവൻ, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല. അതിനുശേഷം ഹീറോയിൻ അവനോട് പറയുന്നു, ശരി, എന്റെ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ ഹീറോയ്ക്ക് വേണ്ടി റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. ഹീറോ അങ്ങോട്ട് വരുമ്പോൾ അവൾ പറയുന്നു, എന്നെ നോക്കൂ, നിനക്ക് എന്ത് തോന്നുവോ അതെല്ലാം ചെയ്യൂ. അന്ന് വന്ന ഉടനെ ആയതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെയും ഞാൻ നിന്നോട് ചെയ്യുവാൻ പറഞ്ഞില്ല. ശരി, ചെയ്തത് ചെയ്തു, വേഗം വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ കാണുന്നതിന് വളരെ റൊമാൻറ്റിക് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ഭയങ്കരവുമായിരിക്കും. അങ്ങനെ അവർ പരിപാടി മുഴുവൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ ഹീറോയോട് സംസാരിക്കുന്നു. ഇങ്ങോട്ട് നോക്കും ജോൺ, നിനക്ക് ഈ സ്ഥലം ശരിയായി വരില്ല. നീ കാട്ടിൽ താമസിച്ചാൽ മാത്രമേ നീ ആവുകയുള്ളൂ. നിന്നെ ഇവിടെ എല്ലാവരും ദുരുപയോഗം ചെയ്യും. അത് കാണുന്നത് എനിക്കിഷ്ടമല്ല. നീ കാട്ടിൽ തന്നെ താമസിച്ചുകൊള്ളൂ. ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു അവനെ ഹഗ് ചെയ്യുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ കാട്ടിൽ കൊണ്ടുവിടുന്നു. അവനപ്പോൾ ജെയിൻ എന്ന് വിളിച്ച് ഒച്ച വെച്ചുകൊണ്ടിരുന്നു. അവൻ അങ്ങനെ ഒച്ച വയ്ക്കുന്നത് കാണിച്ച് ഈ മൂവി ഇവിടെ കഴിയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ മൂവിയിൽ കഥയില്ല, ഫുൾ പരിപാടിയാണ്. അതുകൊണ്ട് ഈ മൂവി നിങ്ങൾ കാണുകയാണെങ്കിൽ മുതിർന്നവർ മാത്രം കാണുക. മാത്രമല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കല്ലേ.